വല്യമാമ അങ്ങനെ പറയരുത്. വല്യമാമയുടെ സപ്തതി ഗംഭീരാക്കണം ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട്. 70 വർഷക്കാലം യാതൊരു ദുഷ്പേരും കേൾപ്പിക്കാതെ ജീവിച്ച ഒരു അസാമാന്യ മനുഷ്യൻ അങ്ങനെ ഒരാളിന്റെ അനുഗ്രഹം മേടിക്കുന്നത് ഞങ്ങളുടെ ഭാഗ്യ. ഞങ്ങൾക്കാണ് അതിന്റെ ക്രെഡിറ്റ്. ഞങ്ങൾക്ക് ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്, അതിൽ പശ്ചാത്താപമുണ്ട്. ഞങ്ങളെ തല്ലിക്കോളൂ, പക്ഷെ ചതിച്ചു എന്ന് മാത്രം പറയരുത്. വല്യമാമോട് ഞങ്ങൾക്ക് ഒരു സ്നേഹക്കുറവുമില്ല. വല്യമാമ അല്ലാതെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? കണ്ടില്ലേ, കുട്ടികളുടെ മനസ്സ് എത്രേ ഉള്ളൂ. അവരുടെ ആഗ്രഹം വല്യേട്ട സാധിച്ചു കൊടുക്കണം. എന്റെ പൊന്നു വല്യേട്ട, വല്യേട്ടന് സപ്തതി മഹോത്സവം കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടാകണേ. വേണ്ട, അധികാരം കൈമാറാൻ യോഗ്യതയുള്ള ആരും ഈ കുടുംബത്തിലില്ല. വർഷങ്ങളായി നിലനിന്ന് പോരുന്ന ഈ കൂട്ടുകുടുംബ വ്യവസ്ഥ തകർക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഈ കുടുംബം പിച്ചു ചീന്താൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ സപ്തതി ആഘോഷിക്കണില്ല. അവരുടെ അടവൊന്നും വല്യമാമയുടെ അടുത്ത് ചെലവാകില്ല. സപ്തതി നടത്തുന്നില്ല എന്ന തീരുമാനം നന്നായി. ഇല്ല, സപ്തതി നടക്കണം, നടത്തും. പത്രം 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 ഇന്നത്തെ പത്രം ആർക്കും വായിക്കാം, എങ്ങനെയും വായിക്കാം. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. ചെറുതേരെ പത്രം ഒന്ന് വായിച്ചേ. ആ പത്രം 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 വായിക്ക് രുചിയായിട്ട് വായിക്കാം. ഇന്നത്തെ പത്രം ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. മുമ്പ് നേരെ നല്ല ചൂടുള്ള സാധനം അല്ല പത്രം പത്രം. കാര്യത്തിന് ഇപ്പൊ പത്രവിൽപ്പന തുടങ്ങിയോ? ഇന്നലത്തെ വണ്ടേ മാച്ചിന് ന്യൂസ് ഉണ്ടോ? ആനക്കാര്യത്തിലല്ല അവന്റെ ചേനക്കാര്യം. പത്രം വായിക്കണ ചക്ക. അമ്മേ, ദേ സപ്തതി ആഘോഷം, വല്യമാമയുടെ സപ്തതി ആഘോഷ വാർത്ത. ഞാനും വായിച്ചു മോനെ. അത്ഭുതമായിരിക്കണം. വല്യേട്ടൻ സപ്തതിയാഘോഷം നടത്തുന്നില്ല എന്ന് പറഞ്ഞതല്ലേ, പിന്നെ ഇത് എങ്ങനെയാ പത്രത്തിൽ വന്നത്? അതാ എനിക്കും മനസ്സിലാകാത്തത്. ആരാ ഈ വാർത്ത കൊടുത്തത്? ആര് കൊടുത്ത വാർത്തയായാലും എന്താ? സപ്തതി നടക്കണമെന്നും ഒരു അധികാര കൈമാറ്റം വേണമെന്നും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നില്ലേ? വാർത്ത കൊടുത്തത് ഞാനാ. സമ്മതിച്ചിരിക്കുന്നു. രാമനാഥൻ കലക്കി. എക്സലന്റ്. താങ്ക് യു. യു ആർ സ്മാർട്ട്. വെരി വെരി സ്മാർട്ട്. താങ്ക് യു. നിങ്ങളെയൊക്കെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനൊരു പ്രായച്ചിത്തം വേണമല്ലോ. അതുകൊണ്ടാ. എന്താ ഇതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഏയ്, ഒരു എതിർപ്പില്ല. ഇക്കാര്യത്തിൽ ഞങ്ങളുടെയൊക്കെ ശക്തമായ സപ്പോർട്ട് രാമനാഥനുണ്ടാവും. അല്ലേ അളിയ? അതെ, എന്തായാലും രാമനാഥൻ ചെയ്ത ഒരു നല്ല കാര്യമാണ്. ഇനി ഏതായാലും സപ്തതി ആഘോഷം പൊടി പൂരമാക്കിയിട്ട് തന്നെ കാര്യം. അതെ, അത് തന്നെ. ആരാ ഈ വാർത്ത കൊടുത്തത്? വാർത്ത കൊടുത്തത് ഞാനാ. എല്ലാവരുടെയും ആഗ്രഹം അതാ, എന്റെയും. നമുക്ക് ഈ സപ്തതി ഒരു ചരിത്ര സംഭവം. അത് നടക്കില്ല. സോറി, എനിക്ക് കുറച്ചുപേർ കൂടി പത്രം എത്തിക്കാനുണ്ട്. പത്രം അനുവദിക്കില്ല ഞാൻ. ഇറങ്ങിക്കോളൂ. അതാ അദ്ദേഹം വരുന്നുണ്ട്. നമസ്കാരം. പത്രവാർത്ത കണ്ടു, സന്തോഷായി. പരാതി ഉണ്ടേ, വാർത്ത പത്രത്തിൽ അറിയേണ്ടി വന്നു. ഈ പത്രവാർത്ത തീർത്തും അനുയോജ്യം തന്നെ. അത്ര പ്രാധാന്യത്തിലല്ലേ വാർത്ത വന്നിരിക്കുന്നത്? അത് പിന്നെ പത്മനാഭൻ അദ്ദേഹത്തിന്റെ കാര്യമല്ലേ. ഈ സപ്തതി ആഘോഷം സംശയമുണ്ട്, ഗംഭീരമായിട്ട് തന്നെ നടത്തും. അതെ, നടത്തും. രാമനാഥ, നീ ഞാനുണ്ടാകും. എല്ലാത്തിനും ചുക്കാൻ പിടിക്കാൻ മുമ്പിൽ തന്നെ ഈ രാമനാഥൻ ഉണ്ടാവും. അമ്മാമ്മ മിണ്ടാവരടുത്ത് നിന്നാ മതി. ഇത് കുടുംബക്കാരുടെ മാത്രം കാര്യമല്ലല്ലോ. പത്മനാഭൻ നായർ അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ചെയ്ത സേവനം കണക്കിലെടുത്താ ഇത് നാട്ടുകാരുടെ ആവശ്യമാ. സപ്തതി ഞങ്ങള് ദേശീയോത്സവമാക്കി മാറ്റും. എന്താ അങ്ങയുടെ അഭിപ്രായം? അയ്യോ, അദ്ദേഹം ഇപ്പൊ ഒന്നും പറയില്ല. സന്തോഷം കൊണ്ട് അങ്ങോട്ട് വീർപ്പ് മുട്ടിയിരിക്കുകയാണേ. പറയാനുള്ളത് സപ്തതി ആഘോഷ സമയത്ത് പറഞ്ഞോളൂ. എന്തായാലും ഞങ്ങൾ കുടുംബക്കാരുടെ പരിപൂർണ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാവും, ഇല്ലേ? സംശയം എന്താ? ഇനി പരൊരാഘോഷം ഈ തറവാട്ടിൽ ഇനി ഉണ്ടാവാനുണ്ടോ? എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കുമോ? അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. ആഘോഷം ഇത്ര ആർഭാടപൂർവ്വം വേണ്ടെന്നാ. അത് ഞങ്ങൾ കരക്കാർ നിശ്ചയിക്കും. അപ്പൊ തീയതി നിശ്ചയിച്ച് മുമ്പോട്ട് നീങ്ങല്ലേ? അയ്യോ, അതിന് ഉത്തരം പറയേണ്ടത് അദ്ദേഹമല്ല, ദാ ഇദ്ദേഹമാ. ഇപ്പൊ തറവാട്ടിൽ ജീവിച്ചിരിക്കണ ഏറ്റവും മൂത്ത സംബന്ധക്കാരൻ, അപാര പണ്ഡിതൻ, വിവേകി ക്വാന്തുണ്ണി മാമ. അപ്പൊ നമുക്ക് സപ്തതി ആഘോഷത്തിന്റെ തീയതി നിശ്ചയിച്ചിട്ട് മുമ്പോട്ട് പോവാല്ലേ? കേട്ടില്ലേ? എന്നൊരു വാക്കാ വായിന്ന് വീണ അതിന് തറവാട്ടിൽ എതിർവാക്കില്ല. അപ്പൊ നമുക്ക് ഭാവി പരിപാടികളെ കുറിച്ച് ആലോചിക്കാം. എന്താ? അതെ, അക്കറിയുന്നുണ്ട്. ചത്തുവേട്ട, ഇവർക്ക് വേണ്ട സാധനം മറ്റൊരു മിലിറ്ററി. പിന്നെ വേറെ ചങ്ങുണ്ണി. രാമനാഥ, എന്താ അമ്മമ്മേ? അമ്മമ്മ അവരുടെ അടുത്തേക്ക് ചെന്നാട്ടെ. രാമനാഥ ഊട്ടി ചെന്നാട്ടെ. അമ്മമ്മേ അന്ന് വന്ന് വിശ്രമിച്ചാട്ടെ. എന്താ നിന്റെ ഉദ്ദേശം? നല്ല ഉദ്ദേശം തന്നെ. മരുമക്കത്തായൊക്കെ പോയി ഇപ്പൊ മക്കത്തായോ. എന്തായാലും സപ്തതി ആഘോഷ ദിവസം ഒരു പ്രഖ്യാപനം ഉണ്ടാവുമല്ലോ. ഈ മകൻ ജീവിച്ചിരിക്കുമ്പോ അനന്തരവന്മാരെ അവകാശികളെന്ന് അങ്ങേക്ക് പറയാൻ കഴിയൂ? ഇല്ല, നിന്റെ ഉദ്ദേശം നടക്കില്ല. പയ്യാരത്ത് പത്മനാഭൻ നായർക്ക് കള്ളം പറയാൻ പറ്റില്ലല്ലോ. അങ്ങ് സത്യമേ പറയൂ, ധർമ്മമേ പ്രവർത്തിക്കൂ. ഇതെന്റെ വാക്കുകളല്ല, സമൂഹം പറയണതാണ്. സത്യം വദ ധർമ്മം ചര.
വല്യമാമയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു സപ്തതി ആഘോഷം? എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട്. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഒക്കെ വഴിയെ മനസ്സിലായിക്കോളും. ഞാനൊരു കാര്യം പറയട്ടെ. വല്യമാമയെ കൊണ്ട് രാമനാഥനെ മകനാണെന്ന് അംഗീകരിപ്പിക്കാൻ ഒരു മാർഗമുണ്ട്. വല്യമ്മയെ ഈ തറവാട്ടിലേക്ക് കൊണ്ടുവരാ. ഏത് വല്യമ്മായി? രാമനാഥന്റെ അമ്മ, സൗദാമിനി അമ്മായി. എല്ലാം ഒന്ന് കലങ്ങി തെളിയാൻ വല്യമ്മായി വന്നേ മതിയാവും. വല്യമ്മയെ ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. എന്താ? വല്യമ്മായി കൂട്ടിക്കൊണ്ടിരുന്നത് നീയല്ല, പയ്യാരത്ത് പത്മനാഭൻ നായരാ. പറയിക്കും ഞാൻ. നിങ്ങളുടെ ചൂടും ചൂരും കുശാഗ്ര ബുദ്ധിയും അതേപടി പകർന്നു കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ ഒരേ ഒരു സന്തതിയാ പറയണേ. രാമനാഥൻ എന്റെ മകനാണെന്ന് നിങ്ങൾ പറയും. വീട്ടുകാരും നാട്ടുകാരും കേൾക്കെ നിങ്ങളെ കൊണ്ട് ഞാനത് പറയിക്കും. ഇല്ലടോ, തന്റെ അനന്തരവന്റെ ആഗ്രഹം നടക്കില്ല. പയ്യാരത്ത് പത്മനാഭൻ നായരെ തോൽപ്പിക്കാവുന്ന മോഹം ഉണ്ടല്ലോ, അത് നടക്കില്ല. നടക്കരുത്, നടക്കാൻ പാടില്ല. അത് പറയാനാ ഞാൻ വന്നത്. അങ്ങ് തോൽക്കരുത്. അങ്ങ് ഊട്ടി വളർത്തിയ അനന്തരവരെ തന്നെ ഈ തറവാട് ഏൽപ്പിക്കണം. അതാ അതിന്റെ ശരി. അവർക്ക് അതിന്റെ അവകാശം. ഈ കൂട്ടുകുടുംബ വ്യവസ്ഥ തകർക്കരുത്. അതിന് കൂട്ടു നിൽക്കുന്നത് രാമനാഥനല്ല, ദൈവം തമ്പുരാനായാലും ശരി ശങ്കുണ്ണി സമ്മതിക്കില്ല. അച്ഛനെ കാണുന്നത് മാത്രമേ അവനെ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. കണ്ടില്ലേ? അതിൽ കൂടുതൽ ഞാനും ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിക്കുന്നുമില്ല. ശങ്കു, എനിക്ക് വലുത് രാമനാഥനല്ല. മീനാക്ഷി, പായസം ഇനി തയ്യാറായില്ലേ? റെഡിയായി കഴിഞ്ഞു. ഏതായിട്ടുണ്ടോ? കുടിച്ചാ കാരണവരുടെ മനസ്സ് തെളിയണം. അതാ നമ്മുടെ വിജയം. ആ വല്യമാമയുടെ ടേസ്റ്റ് ഒക്കെ എനിക്കറിയാം. എന്തായാലും ഒരു വലിയ കലത്തിലെടുത്തോ. അയ്യോ, അമ്മാമ്മയ്ക്ക് കുറച്ച് മതി. ആ, എന്നാ ഒരു സ്പൂൺ എടുക്ക്. വേഗം ആട്ടെ. ഇടിക്കല്ലേ? ബഹളം വെക്കല്ലേ? ആരും ബഹളം വെക്കരുത്, ബഹളം വെക്കരുത്. അകത്ത് രാമനാഥ മാഷ് ചർച്ചയിലാണ്. ക്യൂ പാലിക്കൂ. ആരും ആക്രാന്തം കാണിക്കരുത്. ക്യൂ പാലിക്കൂ, ക്യൂ പാലിക്കൂ പ്ലീസ്. എന്തെങ്ങനെ? എന്റെ പകുതി എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. കയ്യിൽ ഒരു പാത്രം പിടിച്ചോണ്ട്. സൂചി കുത്താൻ ഇടവില്ലല്ലോ. നീങ്ങി വന്നേ. വാ, വാ. അവിടെ നിൽക്ക. അവസാനം വന്നവൻ ക്യൂവിന്റെ അറ്റത്ത് നിൽക്കുക. അതിക്രമിച്ച് കയറ്റാൻ പാടില്ല. ഇതെന്താ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുക? അതെ, ഇലക്ഷൻ അടുത്ത് വരികയാണല്ലോ. സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള തള്ളിക്കയറ്റാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കുക. അങ്ങനെ ഞാൻ ഓർഡർ ആക്കിയിട്ട് വരാം. മീനാക്ഷി എന്താടി കൊണ്ടുവന്നേക്കണേ? ഓ ഒന്നുമില്ല, ഇത്തിരി പാൽപ്പായസ. വല്യമ്മയുടെ കയ്യിലെന്താ? എനിക്ക് വല്യേട്ടനെ ഒന്ന് കണ്ടിത്തിരി ഫ്രീ ആയിട്ട് സംസാരിക്കണമെന്നേ ഉള്ളൂ. അതിനൊന്നും വേണമെന്നില്ല. എന്നാലും ഇത്തിരി പാലട ആയിക്കോട്ടെ എന്ന് കരുതി. അത് ശരി. അപ്പൊ വല്യേട്ടന് വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയാ എടുത്തിന്റെ തിരുമേനി അടുക്കളന്ന് പുറത്തിയാടിച്ച്? നീ വിഷമിക്കണ്ട കുട്ടിയെ. നമ്മുടെ കടലപ്രവനെ കടത്തിവെട്ടാൻ ഒരു വിഭവത്തിനാവില്ല. മുഹമ്മദ് മിനിഞ്ഞാന്നേ ഉണ്ടാക്കിയിരിക്കണോ? അയ്യേ, അപ്പൊ മെനിഞ്ഞാന്നേ ഉണ്ടാക്കിയ പ്രഥമനെ കൊണ്ടുവന്നേ. അത് വലിച്ചു പോയില്ലേ? ഇമ്മടി പൊളിക്കും. ഒന്നും മിണ്ടാണ്ടിരിക്കണുണ്ടോ? എല്ലാരും കൂടി വലിഞ്ഞു കയറി ചെന്ന വല്യേട്ടന് ഇഷ്ടപ്പെടില്ല. നിങ്ങളൊക്കെ പൊയ്ക്കോളൂ. ഞാൻ ഒറ്റയ്ക്ക് എന്ന് സംസാരിച്ചിട്ട് വിവരം പറഞ്ഞ പോരെ? അത് വേണ്ട, വല്യേട്ടന് എല്ലാവർക്കും ഒരുപോലെയാ. ഒരുമിച്ച് സംസാരിച്ചാ മതി അല്ലേ? വേണ്ട, ആരും ഇപ്പൊ അങ്ങോട്ട് ചെല്ലണ്ട. മാറ് 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 മാറ്. വല്യേട്ടനെ ഒന്ന് കണ്ടോട്ടെ രാമനാഥ. ആരെയും ഇപ്പൊ അങ്ങോട്ട് കടത്തി വിടുന്ന കാരണോട് കർശനമായിട്ട് കൽപ്പിച്ചിരിക്കുക. പ്ലീസ് വെയിറ്റ്. എന്താ ഇതൊക്കെ? അടപ്രഥമൻ. അയ്യോ, അടപ്രധാനല്ല, പാലടയാ. പാലട. മൂപ്പര് ഇപ്പൊ ഇതൊന്നും കഴിക്കാനുള്ള മൂടിലല്ല. കുട്ട, ഇതൊക്കെ മേടിച്ച് നമ്മുടെ മുറിയിലേക്ക് വെച്ചേക്ക. അദ്ദേഹം വലിയ ടെൻഷനില്ല. എന്താ രാമനാഥ? സപ്തതി ആഘോഷം അടുത്ത് വരികയല്ലേ? അനന്തരാവകാശം തിരഞ്ഞെടുക്കണ്ടേ? നിസ്സാര കാര്യ. ഞങ്ങൾ അതേക്കുറിച്ച് വിശദമായ ഒരു ചർച്ച നടത്തി. എന്നോട് അഭിപ്രായം ചോദിച്ചു. ഇതൊന്ന് തിന്നോട്ടെപ്പാ. എന്തു പറയാൻ, പലതും ഉരുത്തിരിഞ്ഞു. എന്തായാലും ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. എന്ത് സൂചന കിട്ടിയിരിക്കണേ? പറയാം. ഒന്ന് മൂത്രം ഒഴിച്ചോട്ടെ. ആരാണാവോ പുതിയ അവകാശി? രാമനാഥ, സ്വല്പം സ്പീഡ് കൂട്ടിക്കോ. ഇതെന്താ ആനമൂത്രം ഒഴിക്കും പോലെ? കുറച്ച് വെള്ളം ഒഴിച്ചേക്കണേ. പിന്നെന്താ മീനാക്ഷി, കുറച്ച് വെള്ളം ഒഴിച്ചേക്കണേ. മോനെ രാമനാഥ, എന്താ പറയാം പറയാം പറയാമെന്നേ. വഴി വഴി. മന്ത്രിയുടെ പിയുടെ പേരെന്തെന്ന് പറഞ്ഞേ? രാമകൃഷ്ണൻ. പറയാ രാമനാഥ. കുലീനത്വം, തറവാടിത്തം, കാര്യശേഷി, കുശാഗ്രബുദ്ധി,
ഇതൊക്കെ ഒത്തിണങ്ങിയ ഒരാളെ പരിഗണിക്കുന്നുണ്ട്. അതാരാ? ഈ തറവാട്ടിലുള്ള എല്ലാവർക്കും ആ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നാലും അദ്ദേഹത്തിന്റെ മനസ്സിലൊരാളുണ്ട്. ഇനിയിപ്പോ ആള് തന്നെ വേണോ ഇല്ല മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കണോ എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് ഞങ്ങള്. ചിലപ്പോ അത് കുഞ്ഞുലക്ഷ്മി അമ്മ ആയിക്കൊടുന്നില്ല. അയ്യോ എന്റെ പരദൈവങ്ങളെ വല്യേട്ടന്റെ ഒരു കാരുണ്യോ. ആവണമെന്നില്ല. കാർത്തിയാനി അമ്മയാകാം, അയ്യോ ഞാനോ? ശത്രുവേട്ടനാകാം, ശങ്കരൻകുട്ടി ചേട്ടനാകാം, തിരുമേനിയാകാം. എന്തിന് കോന്തുണ്ണി മാമയ്ക്ക് വരെ ചാൻസ് ഉണ്ട്. അപ്പൊ ചുരുക്കത്തിൽ എല്ലാവർക്കും ആശയ്ക്ക് വകയുണ്ട്. എന്നാലോട്ട് ആരും ഒന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. അതായത് അതേലിട്ട കോണാൻ